കുറെ നാളുകളായി ഈ ആണവ കരാറുകൾ, ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഇറാൻ എന്നൊക്കെയുള്ള ആ ഒരു മുദ്രകുത്തലിലൂടെ അമേരിക്ക ആണവ കരാറിലേക്ക് ഇറാനെ കൊണ്ടുവരാനാണ് ആണവായുധങ്ങൾ അവർ കൈവശം വയ്ക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം വളരെ തീവ്രമായി ഇറാൻ തുടരുന്നു. ഇത്തരത്തിൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാനോ ഒരു ആണവശക്തിയാകാനോ ഇറാന് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ല എന്ന് അമേരിക്ക പറയുമ്പോഴും ആണവോർജം ഒരു ജനതയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന വാദത്തിലായിരുന്നു ഇറാൻ. കുറെ നാളുകളായി ഈ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്കറിയാം ഇതിനൊക്കെ അപ്പുറമായി 1950കളിൽ സംഭവിച്ചതുപോലെ അന്ന് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പ്രധാനമന്ത്രി അട്ടിമറിച്ച് അമേരിക്കയുടെ ഒരു ഭരണകൂടത്തെ അവിടെ സൃഷ്ടിക്കുകയും 1979ലെ വിപ്ലവത്തിലൂടെ വീണ്ടും ഇറാൻ ഒരു പരമ്പരാഗത ഭരണരീതിയിലേക്ക് മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും അവിടെ ഒരു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരിക എന്ന ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് രാജ്യാന്തര വിശകലന വിദഗ്ധർ പലരും പറയുന്നുണ്ട്. എന്തായാലും അമേരിക്കയിൽ തന്നെ ട്രംപിന് പിന്തുണ ഈ വിഷയത്തിൽ കുറയുന്നു എന്ന വാർത്തകളാണ് ഏറ്റവും പുതിയതായി വരുന്നത്. പ്രത്യേകിച്ച് US കോൺഗ്രസിന്റെ ഒരു അനുവാദമില്ലാതെ ഇത്തരത്തിൽ വിദേശത്ത് ഒരു ഓപ്പറേഷൻ നടത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമില്ല. അദ്ദേഹത്തിന് പരിമിതമായ അധികാരങ്ങളാണുള്ളത്. ആ പരിമിതമായ അധികാരങ്ങളെ ഒക്കെ കവച്ചു വെച്ചുകൊണ്ടാണ് ട്രംപ് ഏകപക്ഷീയമായി ആക്രമണം ഗൾഫ് മേഖലയിൽ നടത്തിയിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി, അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടി മെമ്പറായിട്ടുള്ള തോമസ് മാസി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ഐ ആം ഒപ്പോസ് ടു ദിസ് വാർ, ദിസ് ഇസ് നോട്ട് അമേരിക്ക ഫസ്റ്റ്. അമേരിക്ക ആണ് ആദ്യം, അമേരിക്ക മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ തുടങ്ങിയ ക്യാമ്പയിനുകൾ ലക്ഷ്യമിട്ട് ട്രംപ് പറഞ്ഞ അമേരിക്ക അല്ല ഇത്. ഇത്തരത്തിലൊരു യുദ്ധത്തെ താൻ പിന്തുണയ്ക്കുന്നില്ല. മാത്രവുമല്ല, ഇനി US കോൺഗ്രസ് അടുത്ത യോഗം പെട്ടെന്നുള്ള ഈ യോഗം ചേരുമ്പോൾ ഈ പവേഴ്സ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആ ഒരു അവകാശങ്ങൾ, അധികാരങ്ങൾ എത്രത്തോളം ഉണ്ട് ഇത്തരത്തിലൊരു വാർ ഡിക്ലെയർ ചെയ്യാൻ, ആ മട്ടിൽ US കോൺഗ്രസിൽ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരികയും അത് വോട്ടിനിടുകയും ചെയ്യുമെന്ന് തോമസ് മാസിയുടെ പോസ്റ്റിൽ പറയുന്നു. അദ്ദേഹം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർസ് എ വോട്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ US കോൺഗ്രസിൽ ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു യുദ്ധം അത് മറ്റൊരു മേഖലയിൽ ഒരു വിദേശ രാജ്യത്ത് അത് നടത്താനുള്ള അധികാരമുണ്ടോ ഇല്ലയോ എന്നതിൽ US കോൺഗ്രസ് വോട്ടിങ്ങിലേക്ക് പോകുമെന്നൊരു സൂചനയാണ് തോമസ് മാസി പറയുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള പല അംഗങ്ങളും ഡൊണാൾഡ് ട്രംപിന് എതിരാണ് ഇത്തരത്തിൽ ഈ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം പ്രഖ്യാപിച്ചതിൽ എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.